അവരറിയും. കീറാൻ പാടുണ്ട് വല്ലോടത്തും ചെന്നിട്ട്. ഇത് ലക്ഷ്മി നായരുടെ ഇഷ്ടപ്പെട്ട മീൻകറി. വല്ലാണ്ട് പ്രശസ്തരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദുരിത. അധികം പേര് കണ്ടുപോകരുത് ഞങ്ങളുടെ വീഡിയോ. നൃത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ സന്തോഷിപ്പിക്കുന്നതിനേക്കാളും മനോഹരമായ ഒരു കാര്യം ഇല്ലല്ലേ. ബാങ്കാരെ പറ്റിച്ചു നമ്മള്. മറ്റേ ടോം ആൻഡ് ജെറിയുടെ പോലെ 2 ഈർക്കിളിയോടെ കുത്തിയേക്കായിരുന്നു. അതിവിശിഷ്ടമായ കൂട്ടാനാണ്. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരു 10-16 കൊല്ലങ്ങൾക്ക് മുമ്പ്, 16 കൊല്ലം എന്ന് പറഞ്ഞാൽ 2009 ആ സമയത്തൊക്കെ, ആ സമയത്ത് ഈ നമ്മുടെ വനിതയാണോ ഏതോ ഒരു പുസ്തകം, അതിൽ മോഹൻലാലും ലക്ഷ്മി നായരില്ലേ, പാചകം ചെയ്യുന്ന ആള്, അവർ തമ്മിലുള്ളൊരു അഭിമുഖം ഉണ്ടായിരുന്നു. അതിൽ ലക്ഷ്മി നായർ കുറേ കറികൾ, കുറേ കൂട്ടാനുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ അന്ന് ഒരു സാധനം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ ലക്ഷ്മി നായരുടെ ഒരു അടിപൊളി, ആൾക്ക് ഇഷ്ടപ്പെട്ടൊരു മീൻകറി, വറുത്തരച്ച മീൻകറി. നിങ്ങൾ ആലോചിക്കണം, 16 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പേപ്പർ ഞാൻ എടുത്തു വെച്ചു. സരിതോട്ടിരിക്കുന്നുണ്ട്. എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ എടുത്തു വയ്ക്കുന്ന എൻ്റെ ഒരു ശീലം ഉണ്ട്. പഴയ ഇങ്ങനെ കുറേ കട്ടിങ്സുകളൊക്കെ ചിലപ്പോൾ 10-18 കൊല്ലം മുമ്പുള്ളതൊക്കെ ഉണ്ടാവും. ഒരു 2 മേശ വലിപ്പം നിറച്ച അങ്ങനത്തെ പേപ്പറുകളാ ഫയലിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട്, കുറേ പുസ്തകങ്ങളിലത്തെ ആരോഗ്യ മാസികയിൽ വരുന്ന ഹെൽത്തി പാചകങ്ങൾ, പിന്നെ ഗൃഹലക്ഷ്മി, വനിത, അങ്ങനത്തേലൊക്കെ വരില്ലേ, മഹിളാരത്നത്തിലൊക്കെ പണ്ട് വന്നു തുടങ്ങില്ല. അത് പിന്നെ ഷുഗറുകാർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒക്കെ ഞാൻ എടുത്തു വയ്ക്കും. ഇതിപ്പോ നമ്മളിപ്പോ പണ്ട് മാത്രല്ലാട്ടാ, ഇപ്പോഴും ഞാൻ പറയട്ടെ. ഇന്നാളൊരു ദിവസം ആ പല്ല് ഡോക്ടറോടേക്ക്, പല്ല് വേദനയായിട്ട് പല്ല് ഡോക്ടറോടേക്ക് പോയിട്ട് ഡോക്ടറെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ചേട്ടൻ ബുക്ക് വായിക്കുന്നുണ്ട്. വായിക്കണ രണ്ടിൽ കറന്ന് സൗണ്ട്. ഞാൻ നോക്കി വന്നിട്ട് അറിയും എടേന്ന് പേജ് കീറ. അവരറിയും, അറിഞ്ഞിട്ടുണ്ടാവും. കീറാൻ പാടുണ്ട് വല്ലോടത്തും ചെന്നിട്ട്. ചേട്ടൻ വായിച്ചൊക്കെ ഇഷ്ടപ്പെട്ട റെസിപ്പി അതുണ്ടാകുന്ന ഒരു മൊബൈലിൽ ഫോട്ടോ എടുത്താൽ പോരാ, അത് ഫുള്ള് കീറി എടുത്തു. അതായത് അങ്ങനെയൊന്നുമല്ല, അതിൽ കുറെ പേജുകളൊന്നും ഇല്ലാത്ത സാധനമാണ് അത്. വെറുതെ കുറെ നമ്മൾ ഈ ഓരോ ഡോക്ടർമാരോടൊക്കെ പോയിപ്പോ ഇങ്ങനെ വെറുതെ അടക്കായിട്ട് കിടക്കണ്ടാവില്ലേ, കുറെ ആവശ്യമില്ലാതെ. അവിടെ ആളുകൾ വന്നിരിക്കുന്നവർക്ക് വായിക്കാൻ ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ വരുന്നവരിലൊക്കെ എല്ലാവരും അവരവരെ മൊബൈലിലാണ് നോക്കണത്. ഞാനാണ് ആ പുസ്തകം നോക്കണ ഒരു ഏക വ്യക്തി ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് കണ്ടപ്പോ ഇത് അതിന്ന് കയറിയിരുന്നല്ലേട്ടാ. ഇത് ലക്ഷ്മി നായരുടെ ഇഷ്ടപ്പെട്ട മീൻകറി, ഏറ്റവും ഒരു മീൻകറിയാണ് കേട്ടാ. അപ്പൊ ആ മീൻകറിക്ക് നമ്മള് വറ്റ, അതായത് ഞാൻ ഇപ്പൊ വറ്റ വാങ്ങിച്ചോണെന്ന് വെച്ചിട്ടുണ്ട്. 1 കിലോനെ മീതിന്റെ കേട്ടത് നെയ്മീനാണ് ശരിക്കും അതില് പറയണത്. അതിൽ നെയ്മീനാണ് പറയണത്. ഈ കൂട്ടാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വറുത്തരച്ചിട്ടുള്ള കൂട്ടാനാണ്. അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഇഞ്ചി, പിന്നെ മറ്റേ സാധനമില്ല, എന്നിട്ട് പച്ചമുളകൊന്നും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു കൂട്ടാൻ ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിനായിട്ട് വെക്കുകയാണ്. സരിതയല്ല വെക്കണത്, ഞാൻ അരച്ചു തരാം ചേട്ടൻ. അമ്മീമ അരച്ചിട്ടുള്ളതാണ് വെക്കുന്നത്. അതിൽ അമ്മീമ അരച്ചിട്ടുള്ള അല്ല, അതിൽ വെക്കുന്നത് കാണിക്കില്ല, വാരിയല്ല ഉള്ളതല്ല വെക്കുന്നത് കാണിക്കുന്നില്ല. അതിൽ സ്റ്റെപ്പ് പറയണത് ഫസ്റ്റ് തന്നെ നാളേരെ വറക്കലാണ്. അപ്പൊ നമ്മള് തീ ഞാൻ കത്തിച്ച് വെച്ചുട്ടാ, അടുപ്പിൽ തീ കത്തിച്ച് വെച്ചു. നമ്മൾ നാളികേരം വറക്കാനായിട്ട് നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ചീഞ്ചട്ടി ചൂടായിട്ടാണ്. ചീഞ്ചട്ടി ചൂടാകുമ്പോൾ അതിൽ ചില മാറ്റങ്ങൾ ചില കുഞ്ഞു മാറ്റങ്ങൾ മാറ്റം വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാനാണ് അതിൽ വറക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഈ നാളികേരം വറക്കുന്നത്. അതിൽ പറയണത് നാളികേരം പകുതി വറവാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാനാ പറയണേ. പകുതി വറവാവണ വരെ പിടിച്ചു കിട്ടില്ലോ നാളികേരം, ചില പിടിച്ചു നോക്കി നോക്ക് ചേട്ടാ, വെറുതെ വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് നോക്കി നോക്കിയേ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചാ. നമ്മുടെ 2 കപ്പ് നാളികേരം എടുക്കണ്ട, ഇത്രയ്ക്ക് അധികം നാളികേരം എടുക്കണ്ട തരില്ല, കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ പിന്നെ അതിൽ പറഞ്ഞ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടാ, അതിൽ പറഞ്ഞ പോലെ ചെയ്തില്ലെങ്കിൽ. അല്ല, ഒരു പൊട്ട് നാളികേരം അല്പം വെള്ളം ഒഴിക്കുക. നല്ല മുഴുത്ത പാലാണ്. നാടോടി കാറ്റില് ശ്രീനിവാസനും മോഹൻലാലും പറയില്ലേ, അതുപോലെ നമുക്ക് ആരോടും പറയണ്ട. ലക്ഷ്മി നായരോട് പറയണ്ട. ലക്ഷ്മി നായരോട് പറയണ്ട. ലക്ഷ്മി നായർ ആൾക്ക് സരിതനെ ഭയങ്കര പരിചയട്ടാ. ആർക്ക്? ലക്ഷ്മി നായർക്ക്. എന്നെ മാത്രല്ല, നമ്മളെ 2 പേരും അറിയാം. അല്ല, നിന്റെ മറ്റേ ട്യൂഷൻ ക്ലാസ് അതൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ കാണുന്നതല്ലേ, കണ്ടോടന്നായിരുന്നു അന്ന്.
കണ്ടോടന്നല്ല, ജസ്റ്റ് കണ്ടു നോക്കിണ്ടോ, അല്ലാണ്ട് ഇപ്പൊ അവർക്കത് കാണേണ്ട ആവശ്യമില്ലല്ലോ ചേട്ടാ. നമ്മള് മറ്റേ സബ്സ്ക്രൈബേഴ്സ് അല്ല, CCOKയുടെ മീറ്റപ്പിന് പോയപ്പോഴാണ് ആളെ കണ്ടപ്പോഴാണ് പറഞ്ഞേ. ഞങ്ങളെ കണ്ടപ്പോഴേക്ക് ഹായ് എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പൊ അവൻ ഞാൻ ചോദിച്ചു ഞങ്ങളെയൊക്കെ അറിയോ, നിങ്ങളറിയാത്തവര് ഈ കേരളത്തിൽ ഉണ്ടാന്ന് ചോദിച്ചു ആള്. ഇന്നാളെ ഒരാൾ എന്നോട് ചോദിച്ചേ, നിങ്ങളുടെ ചാനലിൽ ഇത്തിരി കയറിയൊക്കെ പോട്ടെ, ഇത്തിരി പ്രശസ്തരാവണ്ടേ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഇനി ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞു, കൂടുതൽ പ്രശസ്തരാവണ്ടെന്ന് പറഞ്ഞു. അത് ഏറ്റവും രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നാള് മറ്റേ മനോരമ പേപ്പറിലാണ്ട് നമ്മുടെ ഇങ്ങനെ നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായം പറയില്ലേ, ഈ പ്രമുഖര് ഇങ്ങനെ ഒരു കോളുണ്ടാവും, അതില് ഞായറാഴ്ചയിലാണെന്നുണ്ട് ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞത് എടുത്ത് അതിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതിൽ മോഹൻലാൽ പറഞ്ഞൊരു കാര്യം ആണ് രസമായിട്ടുള്ളത്. മോഹൻലാൽ പറയാണ് ആൾക്ക് ഇപ്പോ ഒരു സ്ഥലത്തേക്ക് പോവാൻ പറ്റില്ല. ഇപ്പോഴല്ലോ, പണ്ടേ അല്ല, ഇപ്പോഴല്ല, ഇപ്പൊ ഇത്തിരി കൂടി കൂടി ഭയങ്കരമായിട്ട്. ഒരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ പ്രൈവറ്റ് എങ്ങനെ ഒരു പ്രൈവസി ഇല്ല, ജീവിതത്തില് ലൈഫാണ് അങ്ങനത്തെ ഒരു ഇതായി. അപ്പൊ നമ്മുടെ പോലെ ഇപ്പൊ വെറുതെ മാർക്കറ്റിൽ ഇറങ്ങി നടക്ക ആളുകളോട് ഇങ്ങനെ സാധാരണ ആളുകളൊക്കെ പോയിട്ട് വർത്താനം പറയാ, അങ്ങനത്തെ കുറെ ഇതുകളൊക്കെ നഷ്ടപ്പെട്ടു. ആ ഒരു ലൈഫ് ഇല്ല, ഇനി അതൊരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പൊ ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് പ്രശസ്തരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദുരിത. നമ്മളെ സാധാരണ കുറെ കാര്യങ്ങളുണ്ട് ജീവിതത്തിലത്തെ, അത് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പൊ ഞാൻ ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഇത്രയ്ക്കും മതി, ഇതുപോലെയുള്ള ആളുകൾ കണ്ടാൽ മതി, അല്ല നമുക്ക് ഇനി വല്ലാണ്ട് പോണ്ടാന്ന്. ഉയരണ്ട. അപ്പൊ പറയാൻ കാരണം എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് അധികം പേര് കണ്ടുപോകരുത് ഞങ്ങളുടെ വീഡിയോ. ഇപ്പൊ കാണുന്ന പേര് എന്നെ കണ്ടാ മതി കേട്ടോ, ഒരാൾക്ക് പോലും ഷെയർ ചെയ്യരുത് അല്ലേ. നമ്മൾ ഷെയർ ചെയ്യാൻ പറയാറില്ലല്ലോ. പറയാറില്ല. അതേ, നമ്മള് എല്ലാത്തിലും സന്തോഷം കണ്ടെത്തുന്നവരായതുകൊണ്ടേ ഇപ്പൊ നമുക്കിപ്പോ വീഡിയോക്ക് വ്യൂസ് കുറഞ്ഞു, അപ്പൊ നമ്മളത് ശ്രദ്ധിക്കില്ല, വ്യൂസ് ഭയങ്കരമായിട്ട് കൂടി, അപ്പോഴും നമ്മൾ അതുപോലെ തന്നെയായിരിക്കും. എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ തുടങ്ങി, ഡിസംബറിലാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ആവണേ. അപ്പോൾ ഈ 8 മാസത്തോളം നമ്മുടെ വീഡിയോ 50 പേര് 100 പേര് അങ്ങനെയൊക്കെ കണ്ടോടണം, 10 പേര് 20 പേരൊക്കെ നമ്മളിടുന്ന വീഡിയോസ്. 8 മാസം അങ്ങനെ പോയിട്ടാണ് ആ ഡിസംബർ മാസത്തിൽ ഇട്ട ഒരു കോഴി വളർത്തലിന്റെ വീഡിയോ ആണ് കേറിയിട്ടാണ് നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പം നമുക്ക് ആ 50-60 വ്യൂസിലും നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 1000, 5000, 2000 പേരൊക്കെ കണ്ടു തുടങ്ങുന്നു. പിന്നെ അത് 10,000, പിന്നെ 20,000, പിന്നെ 1,00,000, പിന്നെ 2,00,000. ഓരോ ഉടനെ നമ്മുടെ സഹോദരങ്ങളുടെ വീഡിയോ ഇട്ട ആ ഉടനെ എല്ലാ വീഡിയോയും 1-2 ലക്ഷം പേര് വെച്ചിട്ടൊക്കെ കണ്ടു തുടങ്ങും ഇടുന്നതൊക്കെ. അങ്ങനെ ഭയങ്കരമായിട്ട് കയറിപ്പോയി. പിന്നെ അത് താഴ്ന്നു, വളരെ കുറച്ച് വ്യൂസ്. അപ്പം 50 പേര് 100 പേര് കണ്ടോടുന്നതല്ലേ, അതിൽ നിന്ന് 10,000, 20,000 പേരിലേക്ക് എത്തിയല്ലോ. നമ്മള് അതിലും ഹാപ്പിയാണ് അല്ലേ, എല്ലാത്തിലും ഹാപ്പിയാണ്. അല്ല, നമ്മളിപ്പോ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, ഇനി ഇതിന്റെ മുകളിലേക്ക് പോണ്ട. സത്യം, അതെ, ഒരു ഇതും വേണ്ട. എനിക്കൊരു പ്രശസ്തനാവണമെന്ന് ഇനി ആഗ്രഹമില്ല. എനിക്ക് ഇത്രയ്ക്ക് കിട്ടിയത് എനിക്ക് ഇത്രയ്ക്ക് പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല. യൂട്യൂബ് ചാനലിൽ ഇപ്പം ഞാൻ വരണതൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നെ ആളുകൾ തിരിച്ചറിയണത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഈ ജീവിതമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു. നമ്മുടെ നാളികേരം നന്നായി ഇങ്ങോട്ടാവട്ടെ. ഇത് പകുതി വറവാകുമ്പോൾ എനിക്ക് ഉള്ളി അരിഞ്ഞ് ചേർക്കണം, ചുമന്നുള്ളി അരിഞ്ഞത്. അതിനുള്ളത് ഞാൻ അരിഞ്ഞ് വെച്ചതാട്ടാ. പിന്നെ ലാസ്റ്റ് മീൻ കൂട്ടാൻ്റെ അത് കഴിയുമ്പോൾ ഉള്ളി കാച്ചാനും ഉള്ളി വേണം. അപ്പൊ ഈ റെസിപ്പി മറ്റേ അഭിമുഖം നടക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യായിരിക്കും? 2009 അഭിമുഖം നടക്കുന്ന കറക്റ്റ് സമയത്ത് തന്നെയാണ്. ആ സമയത്തല്ല, ആ കാലഘട്ടത്തില്, ആ കാലത്ത് ജീവിതം വളരെ ദുരിതപൂർണമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ ക്രാഫ്റ്റിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, ട്രീറ്റ്മെന്റ് നടക്കുന്നു, ചികിത്സ, ഗർഭിണിയാവാനുള്ള ചികിത്സ അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പോക്ക്. എന്നാ
അതാലോട്ട് ആലോചിക്കാണ്ടിരിക്കാൻ നല്ലത്. ആലോചിക്കുന്നുണ്ട് കുഴപ്പം. അതിന്റെ സമയത്ത് തന്നെയാണ് നമ്മുടെ വീടിന്റെ പണികൾ നടക്കണ്ടായിരുന്നത്. വീടിന്റെ വീട് പണി 2008 താമസിക്കാവുന്ന പരിപാടിക്ക് നമ്മള് താമസമായി. അല്ല, എന്നിട്ട് പിന്നെ നമുക്കേ വീടിന്റെ മറ്റേ ഈ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ നടക്കായിരുന്നു. 2ാമത്തെ ഗഡു മനസ്സിലായ 18 ലക്ഷം ലോൺ എടുത്തേ. ബാങ്കുകാരെ പറ്റിച്ചു നമ്മള്. വീട് പണി അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ട് ലോൺ എടുത്തിട്ട് നമ്മള് ട്രീറ്റ്മെന്റിന്റെ ആ പൈസ എടുത്തേ. 18 ലക്ഷം ലോൺ പാസ്സാക്കി. 9 ലക്ഷം കൊണ്ട് വീടിന്റെ കുറെ ഇതൊക്കെ ചെയ്തു. കടങ്ങൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചികിത്സയും അതൊക്കെ ആയിട്ട് പോയി. അങ്ങനെ കാലഘട്ടം. അവിടെ വെച്ച് ഇവിടെ വെച്ച് കാശ് എങ്ങടെ പോയെന്നറിയില്ലേ. 18 ലക്ഷം രൂപ അല്ലേ. മാനേജറും വേറൊരാളും കൂടി നോക്കാൻ വന്നെങ്കിൽ നല്ല ഓർമ്മയുണ്ട്. ഒരു ലേഡി ആയിരുന്നു മാനേജർ, ജില്ലാ സഹകരണ ബാങ്കിന്റെ. നമ്മളെ ഭയങ്കര ഇഷ്ടായി അവർക്ക്. നമ്മളോട് കൊറേ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. നമ്മളോട് പാവം തോന്നി അവർക്ക്. വീടിന്റെ പണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഈ വീട് നല്ല ഭംഗിയാവൂട്ടാന്നൊക്കെ പറഞ്ഞു നമ്മളോട്. അന്ന് വീട് ഇങ്ങനെ വെറുതെ വെറുതെ സിമെന്റ് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ വെറുതെ ജനലുകൾക്ക് വാതിലൊക്കെ ഉണ്ട് അല്ലേ. വാതില് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇതുകളല്ലോ. ആ ബാങ്ക് മാനേജർ ആണെങ്കിൽ കുറെ നേരം വർത്താനം പറഞ്ഞിട്ടാ പോയി അല്ലേ. എന്തോരം നേരം വർത്താനം പറഞ്ഞ ഇവിടെ നിന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചാൽ നന്നായി തരുതേ. കിട്ടിയില്ലേ പാവം. ഇമ്രാൻ വന്നേക്കണോ? ഉണ്ണിയപ്പം കിട്ടിയില്ലല്ലോ ഇമ്രാനെ. ഇമ്രാൻ കണ്ട സൈസായി. അച്ഛൻ പറയും നായ്ക്കള് വണ്ണം വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയും ചരമുട്ടി പരുവായി എന്ന് പറയും. പണ്ടൊരു നായിൻ്റെ ആയിരുന്നു കില്ലർ എന്ന് പറഞ്ഞിട്ട്, പൊന്നൂക്കരുന്നേ. അത് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. വാസേട്ടൻ പാറ വെടിയിക്കാനായിട്ട് ഇവിടേക്ക് വന്നിട്ടായിരുന്നു. വാസേട്ടൻ എന്ന് പറഞ്ഞൊരാൾ പാറ വെടിയിക്കാൻ, കിണറിലത്തെ പാറകളും കുളത്തിലത്തെ പാറകളൊക്കെ വെടിയിക്കാനായിട്ട് വന്നിട്ടുള്ള ആള്. അപ്പോൾ ആളൊപ്പം അന്നൊരു നാടൻ നായനെ ആള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടേക്ക്, കില്ലർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നാളേരം ഒരു പകുതി കുറവായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഉള്ളി അരിഞ്ഞ് വെച്ചത് അതിൽ ഇടാണ് കേട്ടാ. കില്ലറിന്റെ കാര്യം പറയണ്ടേ? കില്ലറിന്റെ കാര്യം ചേട്ടൻ പറഞ്ഞോ. ഇത് വിചാരിച്ചിട്ട് എനിക്ക് ഉള്ളി ഇടണ്ടേ? അപ്പൊ ആളുടെ ഒപ്പം കില്ലർ എന്ന് പറഞ്ഞാൽ ഈ നാടൻ നായനെ ആളിങ്ങോട്ട് കൊണ്ടുവന്നു. ആളിങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് ഒരു 3-4 പേരാണ് ഈ പാറ പൊട്ടിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് അങ്ങോട്ട് നടക്കും ആള് കില്ലറ്. അവസാനം ഈ പാറപ്പൊട്ടികളൊക്കെ കഴിഞ്ഞിട്ട് അവർ പോവുമല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുത്തെ പാറപ്പൊട്ടികളുടെ ചിലപ്പോൾ 2 മാസത്തിൻ്റെ വേനൽക്കാലത്തിന് വരാം. അത് കഴിഞ്ഞിട്ട് ആള് പോകുമ്പോൾ ആ നായനെ നമുക്ക് തന്നു, കില്ലറിനെ നമുക്ക് തന്നു. കാരണം കില്ലർ നമ്മളെ ഇവിടെ ഭയങ്കര കൂട്ടായി. ഇപ്പോഴൊന്നും കേട്ടാ 1978 78, 79, 80 ആ സമയത്താണ് കേട്ടാ. 80 ആ സമയത്താണ് കില്ലറിനെ തന്നിട്ട് ആള് പോയി. ആ കില്ലറ് നമ്മുടെ വീട്ടിൽ നല്ല പോലെ ഫുഡ് അടിച്ച് ആള് ഭയങ്കര വണ്ണം കുറവായിരുന്നു. ഭയങ്കര സൈസായി എന്ന് പറഞ്ഞ പുറം വിരിവൊക്കെ ഭയങ്കര വിരിവാ. പുറത്തേക്ക് മുട്ടില്ല. നമ്മുടെ ഇപ്പൊ നോക്കിയാ ഇവന്റെ സൈസ് പോലെ ആള് സൈസ് കണ്ട. അപ്പൊ അച്ഛൻ എപ്പോഴും പറയും വന്ന് മറ്റേ ഒരു പേക്കോലം പോലെയായിരുന്നു ആള്. ഇപ്പൊ ചരമുട്ടി പോലെ എന്ന് പറയും. ചരമുട്ടിയുടെ പുറം വിരിവ് കണ്ടിണ്ടാ? ആ മുട്ടി. ഇപ്പൊ ചരമുട്ടി പലകി വെച്ചിട്ടുള്ളവരില്ല, പലകിയാണ് കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ മുട്ടിയിട്ടിരിക്കുന്നത്. ഈ ചരമുട്ടിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഈ ചരമുട്ടിക്ക് എടുത്തി വെച്ചിട്ടാണ് ഇറച്ചി നുറുക്കുക. അതായത് ഈ ചരമുട്ടിയുടെ 2 സൈഡിൽ ഇങ്ങനെ വെട്ടുകൊണ്ട് ഇത്രയ്ക്കധികം വേദന അനുഭവിച്ചിട്ടുള്ള ഒരു വീട്ടിലത്തെ ഒരു ഉപകരണം പണ്ട് കാലങ്ങളിൽ കേട്ടാ ചരമുട്ടിയായിരുന്നു. അന്ന് ഈ ഇറച്ചി നുറുക്കാൻ കട്ടിംഗ് ബോർഡുകൾ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ വീട്ടിലും ഇറച്ചി നുറുക്കണത് ഈ ചരമുട്ടിയൊക്കെ എടുത്തിട്ട് ആദ്യം വെട്ടാറ് നുറുക്കുക. വെട്ടുകൊണ്ട് അത് പരിവായിണ്ടാവും. പുളിമുട്ടി നല്ലത്. അത് ഇരുമുള്ള് തേങ്ങ മാങ്ങ അങ്ങനത്തെ ചാടി പോ. നിന്നോട് എങ്ങനെ പോകാൻ പറഞ്ഞു? ആള് സൂത്രത്തിൽ ചാടി രക്ഷപ്പെടാൻ നോക്കണോ? അത് ചാടിയാലും പൂവില്ല. അതിന് വഴി അറിയില്ല. അവിടെ വരെ പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. അതിന് വഴി അറിയില്ല. ചാർലി പിന്നെ പോകുന്ന പോയി അപ്പുറത്തേക്ക് മതില് ചാടാൻ നോക്കാം. അല്ല മതില് കണ്ടപ്പോ ഒരു ചാടാൻ തോന്നിയിട്ടുണ്ടോ? മറ്റേ സിനിമയിലത്തെ പോലെ സുരാജ് ഇവരൊക്കെ ചാടില്ലേ? അതെ, സീനിയേഴ്സ്. നമ്മളത് വറവലിക്ക് കടന്നുട്ടാ. നല്ല രസമായി, നല്ല തിന്നാനൊക്കെ പറ്റിയ ഒരു
തിന്നപ്പെടുത്ത് ഞാൻ പോയപ്പോഴേക്കും നല്ല രസമാണ്. ഇറക്കി വെക്കറി മുളക് പൊടി ഇതൊക്കെ ഇട്ടാണ്. അത് വറവായി അതിന് കുറച്ച് നാളേരം കണ്ടത് ചെരുകുമ്പളേ കട്ടിയില് അത് ശരിക്കിപ്പോ അബദ്ധം പറ്റി എന്റെ കയ്യിലേക്ക് തിന്നാൻ നല്ല രസമല്ലത്. പ്രത്യേകിച്ച് ഉള്ളിയും കൂടി ഇട്ടാണ് നല്ല രസമുണ്ടോ. ഇത് ഭയങ്കര നൈസായിട്ടുള്ള സാധനം കരിയും ചെയ്യും. നല്ല കനത്തില് ചെരുകിയേക്കണത് ആവൂല. അതാണ് പ്രശ്നം. നമ്മളത് ആയിട്ടുണ്ട് കേട്ടാ. ചിരട്ടിട്ടെ ഈ സമയത്ത് ഇത് ഇറക്കി വെക്കണം. എന്നിട്ട് എനിക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ പൊടികൾ ചേർക്കണം. അപ്പോൾ നമ്മൾ മീൻകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു 2.5 ടീസ്പൂൺ ഇട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ. പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട് കേട്ടാ. അതെൻ്റെ കൈ തട്ടിയതാ. പിന്നെ വേണ്ടത് വാളംപുളി ഇല്ലേ, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ളത് ഇടണമായിരിക്കും. എന്നിട്ട് ഇളക്കി അത് മഷി പോലെ അരയ്ക്കണം. ചേട്ടാ അമ്മീര അവിടെ നല്ല വെയിലാണല്ലോ. അതെ, മിക്സിയിൽ അരച്ച് കൊണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ മിക്സിയിൽ അരയ്ക്കാം. മിക്സിയിൽ അരച്ചോ? എനിക്കെന്തിട്ടാലും കുഴപ്പമില്ല. ഇവിടെ വെയിലായിരുന്നു. നോക്കിയാ ഞാൻ കാണിച്ചു തരാം. വെയിൽ വരുമ്പോഴേ നമ്മൾ ആകെ വേർത്ത് കുളിക്കുന്നു. അല്ല, അമ്മി മരയ്ക്കാനുള്ള സെറ്റപ്പിൽ സരിത ഇതൊക്കെ സെറ്റാക്കി വെച്ചു. പക്ഷെ ഇവിടെ ഭയങ്കര വെയിലാ. കൊട പിടിച്ച് തന്നാ മതി ചേട്ടാ. തവിട് പൊടിയോ? നീ മിക്സിയിൽ അരച്ച് വേണം. മിക്സിയിൽ അരയ്ക്കാം നമുക്ക്. ഓക്കെ. അമ്മിയെ മാപ്പു നൽകൂ പാട്ട് പാടിയത് എന്തിനാ? അമ്മിക്ക് സന്തോഷമല്ല ഉണ്ടാവും അരക്കാണ്ടിരിക്കുമ്പോ. അല്ലല്ല, അമ്മിക്ക് വേദനയല്ല. അമ്മീരെ മേല് മറ്റേ അമ്മിക്കൊണ്ടിട്ട് ഇങ്ങനെ അരക്കല്ലേ, അതിന് വേദനിപ്പിക്കല്ലേ നമ്മൾ ചെയ്യണേ അരയ്ക്കുമ്പോ അല്ലേ? കുഴപ്പമില്ല. ഇതിലേ വേഗം അരച്ചു വേണം. മിക്സിയിൽ അരയ്ക്കുമ്പോൾ പെട്ടെന്നാവും. അപ്പോൾ സരിത അരയ്ക്കാൻ പോയി. അപ്പോൾ നമ്മൾ മീൻ കൂട്ടാൻ വയ്ക്കുന്ന ചട്ടി കൂട്ടാൻ വയ്ക്കുന്ന ചട്ടി വെച്ചിട്ട് നമ്മൾ അടപ്പത്. അപ്രതി ചാടി കഴിഞ്ഞാൽ അടിന്ന്. നമ്മുടെ അരപ്പ് സരിത അരച്ചു കൊടുന്നു കേട്ടാ. നല്ലൊരു മണാണ്. ഇതിലേക്ക് ചേർക്കാം. ചേർക്കണം. വെള്ളം ചേർത്തിട്ടാണ് അരച്ചോണം കേട്ടാ. കുറച്ച് അതിലെഴുതിയേക്കണെന്നറിയാം, തുള്ളി വെള്ളം പോലും ചേർക്കാണ്ട് മഷി പോലെ അരയ്ക്കുക. എന്നിട്ട് അരച്ചു കൊണ്ടുവന്ന സാധനത്തിന് 1.5 കപ്പ് 2 കപ്പ് വെള്ളം ഒഴിച്ച് കലക്കണം. അപ്പൊ പിന്നെ നമുക്ക് വെള്ളത്തിൽ ചേർത്ത് അരക്കണോണ്ട് എന്തൊരു കുഴപ്പം. അപ്പൊ 2 കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ. ഇതിപ്പോ ലക്ഷ്മി നായരുടെ കൂട്ടാന്ന് പറഞ്ഞിട്ട് ഇതില് കൊറേ മാറ്റങ്ങള് അതുപോലെ നല്ല നമ്മള് ചെയ്യണം അല്ലേ? ഹിസൈന് സബ്ദുള്ളയില് പറയില്ലേ മമുകോയ കണ്ടാ നിങ്ങളെ പോലെ തന്നെ, എന്റെ പോലെ തന്നെയാണ്. ഇതുപോലെ കറുത്തിട്ടല്ല, നല്ല ഗോതമ്പിന്റെ പിന്നെ മുഖം കൂർത്തിട്ടല്ല, നല്ല പിന്നെ ഇങ്ങനെയല്ല, ഇത്തിരി കൂടി ഉയരുണ്ട് കൊറേ. പിന്നെ നിങ്ങളുടെ മുടി നിങ്ങളുടെ പോലെ അല്ല, മുടിയല്ല, ഇത്ര കാര്യം പറയുള്ളൂ. പിന്നെ എന്നെ പോലെ പറഞ്ഞിട്ടുള്ളത് അല്ല, ഞാൻ മൊത്തത്തിലേക്ക് എന്നാ പോലെ ലക്ഷ്മി നായരെ കൂട്ടാനൊക്കെ പറഞ്ഞിട്ട് വെള്ളം ഒഴിക്കാം. സാധനങ്ങൾ ചേർക്കണേലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. അയ്യോ അധികമാവും തോന്നുന്നു വെള്ളം. ഇല്ല, മീനുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മതിയില്ലേ? 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇതാണ് എനിക്ക് ചില മാറ്റങ്ങള്. പിന്നെ വേപ്പിന്റെ ഇല ചേർക്കാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ വേപ്പില ചേർക്കുന്നില്ല. കുറച്ച് വേപ്പില വേപ്പില പറഞ്ഞിട്ടുണ്ട് ചില പറ്റീനാ. ശരി, വേപ്പിന്റെ ഇല പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ഓർമ്മ. വായിച്ചു നോക്കിയപ്പോ കണ്ടില്ലേ. പിന്നെ ഇടുന്നത് ഉപ്പ്, കൂട്ടാനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അയ്യോ, ഇത്രയധികം നോക്കിട്ട് മതിട്ടാ. കറക്റ്റ് ആണത്. തിളയ്ക്കുമ്പോ വേണം തക്കാളി ഇടാ അല്ലേ? തക്കാളി അരിഞ്ഞിട്ടില്ലല്ലോ. ഇളക്കണം, ഇനി തിളക്കണം. വേപ്പിലുണ്ട്, അതിൽ എഴുതിയിട്ടുണ്ട് വേപ്പില ഇല്ലേ? സോറി. അപ്പൊ ഞാൻ പറഞ്ഞ ശരിയാന്ന് മനസ്സിലാക്കി. ലാസ്റ്റ് കാച്ചില്ലേ, അതില് വേപ്പിലില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
അതുപോലെ തന്നെയാണ് എൻ്റെ പല കാര്യങ്ങളും. ഇനിയിപ്പോ അങ്ങനെ പറയാം. തക്കാളി 4 കഷ്ണാക്കിട്ട് ഇടാനാ പറഞ്ഞത്. 4 കഷ്ണാക്കുമ്പോ ഇല്ല എന്തുട്ടാ ചെയ്യണ്ടേ? 8 കഷ്ണാക്കി. 8 അപ്പൊ ഞാൻ 12 കഷ്ണാക്കും. 12 24 കഷ്ണായി. ഇനിയിപ്പോ ഇത് കാച്ചാനായിട്ടുള്ള ഉള്ളിയും വേണം കേട്ടാ. അപ്പോൾ അത് സരിത ഉള്ളി നന്നാക്കാണ്. പിന്നെ നമ്മളെ ഇത് ചാർലിവിടെ കിടക്കുന്നുണ്ട്. ഇമ്രാൻ എവിടെയാണ് കിടക്കുന്നത്? ഇമ്രാനെ, അത് ചാർലി ചാടിപ്പോണ സ്ഥലം ഈ വഴിക്കാണ് ചാടിപ്പോവാട്ടാ. പറഞ്ഞിട്ടുണ്ടല്ലേ? അങ്ങനെ ചാടിപ്പോയി ആൾ അങ്ങോട്ട് പോവും. അപ്പൊ ഇമ്രാനെ എന്തോ ഒരു ഉൾവിളി തോന്നിയിട്ടാണ് കയറിയതിന്. ആൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അന്തം തോന്നുന്നില്ലേ? ഇമ്രാനെ എവിടെയാ? ഈ സൈഡിൽ എടുക്കണ്ടോ? ചിലപ്പോ ഈ സൈഡിലുണ്ടാ, അപ്പുറത്തുണ്ടാവും. ഇമ്രൂ. പിന്നെ കുറേ കൊല്ലങ്ങൾക്ക് ശേഷമേ മറ്റേ ഈ കില്ലർ നമ്മുടെ കില്ലറില്ലേ, അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സൈസ് കൂടി ഒരു പ്രായമായി. ആള് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ആളെ കാണാനില്ല. അങ്ങനെ പിന്നെ ചത്തു കിടന്ന്. അല്ല പിന്നെ കണ്ടു ചത്തു. ഇവിടുന്ന് പോയി നമ്മുടെ വീട്ടിൽ. നമ്മുടെ വീട്ടിലെ എത്ര കൊല്ലങ്ങളുണ്ടായിരുന്നു അറിയാം. കാണാണ്ടായില്ല ആള്. ഇവിടെ പാടത്തിന്റെ അവിടെ ചത്തു കിടക്കുന്നു. അതാണോ പാമ്പിനെ പിടിച്ചോടുന്നത്? ചീഫ്റ്റ് എന്ന് പറഞ്ഞൊരു നായി ഉണ്ടായിരുന്നു കേട്ടാ. ആള് ചീഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള പോലീസിൽ ഒരു നായി ഉണ്ടായിരുന്നല്ലോ, ചീഫ്റ്റൻ. മറ്റേ മണം പിടിപ്പിച്ച് മറ്റേ ഇതൊക്കെ കേരള പോലീസിലത്തെ നായ. അതിലത്തെ നായ ബോംബ് സ്ക്വാഡ് ഒന്നും നടന്നിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ, കള്ളന്മാരെയും ഇവരെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട്, കൊലപാതകങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ടുള്ള നായ. ആ നായയുടെ പേരായിരുന്നു ചീഫ്റ്റൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരു നായനെ കിട്ടിയപ്പോൾ അതിന് ചീഫ്റ്റ് എന്ന പേരിട്ടു. ആളാണ് പാമ്പുകളെ പിടിക്കുക. ആൾക്ക് നിറയെ രോമ, കറുത്ത് ബ്ലാക്കാണ്, ഫുള്ള് ബ്ലാക്ക്, നല്ല സൈസും ഉണ്ട്. ആൾക്ക് പാമ്പുകളെ പിടിക്കലാണ് ഒരു ഹോബി. എവിടെ പാമ്പ് കണ്ടാലും ആൾ പിടിക്കും. ആളൊരു മൂർഖൻ പാമ്പിനെ പൊത്തിന്ന് വാലും പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ നമ്മുടെ ആ സജീവിന് വേണ്ട മതിലല്ല, അന്ന് തിണ്ടായിരുന്നു, വലിയ തിണ്ടായിരുന്നു. ഇങ്ങനെ അതിലേക്ക് നിറയെ പൊത്തുകളാ. അതിലേക്കൊരു മൂർഖൻ പാമ്പ് പോയി. ഈ പാമ്പ് പോയപ്പോഴുണ്ട് എല്ലാവരും ഈ പാമ്പുകളെ ഇങ്ങോട്ട് പാമ്പിനെ നോക്കി കാണാൻ പിടിക്കുന്നേ, അല്ലെങ്കിൽ പേശക്കല്ലേ. എല്ലാവരും ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ എർപ്പയേട്ടനോട് നിൽക്കുന്നുണ്ട്. എർപ്പയേട്ട തോളത്തൊരു തോർത്ത് കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ആ സമയത്തിന് ചീഫ്റ്റൻ വന്നിട്ട് ഈ പാമ്പിൻ്റെ പൊത്തില് വാലുമ പിടിച്ചിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് റോറ്റ എറിയില്ല പാമ്പിനെ. എർപ്പയേട്ടൻ്റെ ഈ തോളത്തിക്കോടെ ഒറ്റ പോക്കാണ്. ഭാഗ്യം. ഇവിടെ കൂട്ടാൻ തലയിലേക്ക് വന്നു തുടങ്ങി. ഇതിലേ ഈ കൂട്ടാൻ തിളയ്ക്കുമ്പോൾ ഉലുവേരെ ചെറിയൊരു മണം വരുന്നില്ലേ, ചെറുതായിട്ട് ഇട്ടല്ലോ. അപ്പൊ പിന്നെ മണം വരില്ലേ? അല്ല, വരുന്നില്ലേ എന്ന് പറയുന്നത് ഞാൻ. ഒരു ഇളക്കി അതൊക്കെ ഇട്ടിട്ട് ഒരു ഇളക്കി തള വരുമ്പോ മീൻ കഷ്ണവും തക്കാളി കഷ്ണവും ഇളക്കല്ലേ എന്നല്ല പറയുന്നത്. ആര്? ഇന്നസെന്റ്. ഇമ്രാൻ അവിടെ. ഇമ്രാൻ ചാടണ അനിയപ്പുറത്തേക്ക്. ഒരു കയ്യബദ്ധം മാറ്റിക്കരുത്. ആളിപ്പോ തപ്പി പിടിഞ്ഞ് വന്നോണ്ട് ഇവിടെ വരുന്നവർക്കൊക്കെ കുറച്ച് ചോറും മീൻ കൂട്ടാനും കൊടുക്കണമെന്ന് കേട്ടു. ചേട്ടാ ബിസ്ക്കറ്റ് കഴിഞ്ഞു, ടൈഗർ കഴിഞ്ഞു. ഇനി അരോട്ട കൂട്ടാൻ തിളച്ചു തുടങ്ങിട്ടാ. അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വറ്റ മീൻ കഷ്ണങ്ങൾ ഇടാട്ടാ. ഇതൊരു വറ്റിയാണ് കേട്ടാ. അത് നെയ്മീനാണ് വെക്കണേ. നെയ്മീനാ നമ്മള് വറ്റ തെറിക്കണ്ട. അയ്യോ, എനിക്ക് കാണില്ലേ. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ 4 കഷ്ണങ്ങളാക്കാൻ പറഞ്ഞിട്ടുള്ള തക്കാളി ഇരുന്നു കേട്ടാ. 4 കഷ്ണം തക്കാളി എന്ന് പറഞ്ഞോണത്. അല്ല, ഒരു തക്കാളിനെ 4 കഷ്ണം. പക്ഷെ സരിത കൂടുതൽ കഷ്ണങ്ങളാക്കി. അതെ, അതിൽ ഉടഞ്ഞ് ചേർന്നോളല്ലോ, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. നന്നായി തീ കത്തി. കൂട്ടാൻ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. നമ്മുടെ കൂട്ടാൻ നല്ല പോലെ തിളക്കിണ്ട് കേട്ടാ. ഇപ്പൊ നോക്കിയേ, നമ്മുടെ മീൻ കൂട്ടാൻ പാകത്തിന് കട്ട് ചെയ്തിട്ടാ. അപ്പൊ നമുക്ക് ഇറക്കിയിട്ട് കാച്ചാം. തിളച്ചുകൂടി ചട്ടിയിൽ നമുക്ക് ഈ ഇതടപ്പത്ത് വയ്ക്കാം കാച്ചാനുള്ളത്. എന്താ തള ഒരു 2-3-4 വെണ്ടക്കായും ഒരു കഷ്ണം കായവും കൂടി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി മീൻ സാമ്പാറായി. ബാക്കിയൊക്കെ സാമ്പാറിന്റെ മണവും ടേസ്റ്റുമാണ്.
അല്ലേ? ആ അതുണ്ട്. അബദ്ധം പറ്റി, പകുതി മീനെടുത്ത് വെച്ചാൽ മതിയായിരുന്നു. അത്ര നല്ല വറ്റ. അല്ല ഇതും കഴിക്കണല്ലോ. അതെ എവിടെയോ അല്ല, എന്തോ തകരാറ്. നാളികേരം, ഉള്ളി, ഉലുവ, പിന്നെ പുളി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ കൂടി സാമ്പാർ പൊടി സാമ്പാറിന്റെ സാധനങ്ങളൊക്കെ അതൊക്കെ കൊണ്ടാണ്. പിന്നെ വറുത്തരയ്ക്കണം. വറുത്താണല്ലോ ചെയ്യണത്. അപ്പോൾ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ച പോലെ എത്തിയില്ല. ഇഞ്ചി ചേർത്തെങ്കിൽ ചിലപ്പോ ഒരു മണം വന്നേനെ മീൻ്റെ അല്ലേ? ഒരു മണം വന്നേനെ ഇഞ്ചി ചേർത്തെങ്കിൽ. ആ സാമ്പാറിന്റെ ഒരു മണത്തിന് ഇത്തിരി കുറവ് വന്നേനെ. എനിക്കൊന്നും പറയണ്ട ചേട്ടാ. ഇനിയിപ്പോ ഒന്നും പറയുന്നു മേഡം. പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല ഇങ്ങനത്തെ കൂട്ടാനുള്ള വെക്കണല്ലോ, നമുക്ക് അറിയണല്ലോ. ഇനി കടുക് പൊട്ടിക്കും കൂടി കഴിഞ്ഞ പൂർത്തി. വറ്റൽ മുളകും അതും ഒക്കെ ചേർത്തിട്ട് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇടാ. ഈശ്വരാ, വെളിച്ചെണ്ണ ഒഴിക്കാൻ പോണൂട്ടാ. ഞാനിവിടെ ഇപ്പൊ കിടന്ന് ഉറങ്ങൂട്ടാ. ഈ കാറ്റടിച്ചിട്ട് നമ്മളെ താരാട്ട് പാട്ട് പാടി ഉറക്കണ പോലത്തെ കാറ്റില്ലേ. സത്യമായിട്ടും നല്ല ഉറക്കം വരുന്നുണ്ട്. കണ്ണ് തുറക്കാൻ പറ്റുള്ളൂ എനിക്കിങ്ങനെ. മറ്റേ ടോം ആൻഡ് ജെറിയിലത്തെ പോലെ 2 ഈർക്കിളിയോടെ കുത്തിയേക്കായിരുന്നു. കണ്ണടഞ്ഞു പോണുണ്ട് ചേട്ടാ. എനിക്കൊരു ഉറക്കം വന്നില്ല. ഞാൻ ഈ കൂട്ടാൻ്റെ കഴിക്കുമ്പോഴുള്ള അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാനാണ് ഇരിക്കുന്നത്. നീ ചോറ് എടുത്തോണം അപ്പോഴേക്കും. ഞാൻ ഇവിടുന്ന് ചോറാണ് ഇപ്പോൾ. നമ്മുടെ എണ്ണ ചൂടായി. അപ്പോൾ നമ്മൾ കയ്യിലേക്ക് ഇത്തിരി കടുക് ഇടുന്നു കേട്ടോ. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളി എരിഞ്ഞിട്ടുണ്ട് സരിത, അത് ഇടുന്നു. ഉള്ളിയിലാണ് കാച്ചുന്നത് കേട്ടോ. മൂത്തുകൊണ്ടിരിക്കുന്ന ഉള്ളി ആയിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടേ ഒരു ചെറിയൊരു പരിപാടി. ഇളക്കറി സരിത, ഇളക്കറി. കുറച്ച് മുളക് പൊടി ഇരിക്കുന്നു കേട്ടോ, കുറച്ച്. ഇനി നമ്മുടെ ഇരിക്കി ചെരിയുന്നു. കൂട്ടാൻ കളറും കൂടി കൂടിയില്ലേ. ഇതിലേക്ക് വേണമെങ്കിൽ ഒരു പൊട്ട് ഒഴിക്കാൻ അതല്ല. ഭയങ്കര ഭംഗിയേനെ കാണാൻ അല്ലേ? വേപ്പിൻ്റെ നമുക്ക് ഇടാം. അപ്പോൾ മതി. വേപ്പില ഉണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ട് അതിൻ്റെ മുകളിലല്ലേ. അതിപ്പോൾ ഇപ്പോഴും അറിയാം സരിത. പിന്നെ പച്ച കളർ പോകും. വെളിച്ചെണ്ണയിൽ കിടന്നതായി കഴിഞ്ഞിട്ടാണ് പച്ച കളറിലെല്ലാം നിൽക്കുന്നത്. നമുക്ക് ചോറിനാ നമ്മുടെ കൂട്ടാനെടുക്കാൻ കേട്ടാ. അതിവിശിഷ്ടമായ കൂട്ടാനാണ്. നോക്കിയോട്ടെട്ടാ. ഈ ചാറെടുക്കാം. സാധനങ്ങളൊക്കെ പിടിക്കണ്ടാവുള്ളൂ. ഇപ്പോൾ പിന്നെ നമുക്ക് ലക്ഷ്മി നായരുടെ ഫേവററ്റ് മീൻകറി എന്നാണ് അല്ലേ? ഓ നല്ല മണം വരും സാമ്പാറിന്റെ. നല്ല ചൂടുണ്ട്. സോറി ചേട്ടാ, ചേട്ടന് ദേഷ്യം വരും ഞാൻ സാമ്പാർ എന്ന് പറയുമ്പോൾ. എനിക്കൊരു തേങ്ങ മീൻ സാമ്പാർ എന്ന് വെച്ചിട്ട് ആളുകൾ വീഡിയോ ഒന്നല്ലേ. ഞാൻ കഴിച്ചോട്ടെ അല്ലേ? സാമ്പാർ പോലെ തോന്നണേ. ജഗ്ഗുന് എന്തായാലും ഈ മീൻ കൂട്ടാൻ നല്ല ഇഷ്ടം. പപ്പടം കൂടി ഉണ്ടെങ്കിൽ മീനൊക്കെ മാറ്റി വെച്ചിട്ട് അവൻ ഈ ചാറ് കൂട്ടി നന്നായി ചോറുണ്ടോളൂ. സാമ്പാറിന്റെ ഒരു ചൊവയുണ്ട്. ഞാനിപ്പോൾ തന്നെ കൂടി ഉപ്പ് നോക്കി ലാസ്റ്റേ കാച്ചൊഴിച്ചതിന് ശേഷം നോക്കി ടേസ്റ്റ്. പക്ഷേ അടിപൊളി സാമ്പാർ. ടേസ്റ്റ് ഉണ്ട് ഈ സാധനം. നീ ഒരു ഉരുള കഴിച്ചു നോക്കുക. നീ മോന്ത പിടിക്കുന്നത് സാമ്പാർ കൂട്ടി ചോറിന് അതുപോലെ ഉണ്ട്. മീൻക്ക് ഇതൊക്കെ പിടിക്കണ്ടാവുള്ള. മീൻ രസം കേട്ടാ. രസണ്ടാ? മീൻ കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ സത്യം കിട്ടും. എനിക്കും അത്രയ്ക്കാൻ ഇഷ്ടമായില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാം, കുഴപ്പമുള്ളതൊന്നുമില്ല. ഇവിടെ ഭയങ്കര കൂട്ടാണ്. നമുക്ക് ഒരിക്കലും പറയാൻ അവകാശപ്പെടാൻ പറ്റില്ല. ചിലവർക്കൊക്കെ ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടോ. അപ്പോൾ നമ്മൾ നിർത്താൻ കേട്ടോ. അടിപൊളി കൂട്ടാൻ. അടിപൊളി. അതെന്ന് പറഞ്ഞ അങ്ങനെ ശീലായി പോയി. അതാണ് ചേട്ടാ അങ്ങനെ പറഞ്ഞ. ഞാനതല്ലേ നീ കണ്ട കൂട്ടാൻ മുഴുവൻ എന്ത് ചെയ്തേമേ. കൂട്ടാനായില്ല ചേട്ടന്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, രസമുണ്ട്.
അത്ര ഭയങ്കരം എന്ന് പറയാനില്ല ചേട്ടാ. അപ്പോൾ നിങ്ങൾ ഇത് പരീക്ഷ വയ്ക്കുകയാണെങ്കിൽ എന്തായാലും മീൻ കഷ്ണം മുഴുവൻ ചേട്ടൻ ഇന്നും നാളെയായിട്ട് തീർത്തു. അപ്പം നിർത്താം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമായിരുന്നു. നന്ദി, നമസ്കാരം.